അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സൊഫിൽ ഖാമിസ്. പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അദ്ദർസു സാലിസ്, മൂന്നാമത്തെ ചാപ്റ്ററാണ്. അതൊരു പോയമാണ്. അതിൻ്റെ ഹെഡിങ് എന്താണ്? മാ അസ്മനൽ മാ. വാട്ടർ എന്നത് എത്ര വാല്യബിൾ ആയിട്ടുള്ളതാണ്, ഏറ്റവും മൂല്യം നിറഞ്ഞതാണ് വെള്ളം എന്നതാണ്. അത് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കുക. سلاما أيها الماء فمنك الكل أحياء بأمر من إله الكون حياة فيك يا ماء حياة فيك يا ماء فكل الشكر والحب لما أنزلت يا ربي وفي عسر وفي يسر يجود الماء بالخير يجود الماء بالخير وكل الفضل والإحسان بما أكرمت يا منان وسر الخير في الأكوان بهذا الماء يا إنسان بهذا الماء يا إنسان وطيب العيش يا إخوان بطاعة ربنا الرحمن سلاما أيها الماء فمنك الكل أحياء فمنك الكل أحياء. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. സലാമൻ അയ്യുഹൽ മാഉ, ഏ വെള്ളമേ നിനക്ക് അഭിവാദ്യം, സമാധാനം. ഫമിൻകൽ കുല്ലു അഹിയാഉ, എല്ലാ ജീവജാലങ്ങളും എല്ലാ വസ്തുക്കളും നിന്നിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ബി അംരിൻ മിൻ ഇലാഹിൽ കൗനി, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കൽപ്പന പ്രകാരമാണ് നീ ഉണ്ടാവുന്നത്. ഹയാത്തുൻ ഫീക യാ മാഉ, ഏ വെള്ളമേ ജീവൻ നിലനിൽക്കുന്നത് നിന്നിൽ നിന്നാണ്. ഫകുല്ലു ശുക്രി വൽ ഹുബ്, സ്നേഹവും എല്ലാ നന്ദിയും നിനക്കാണ്. ലിമാ അൻസൽത യാ റബ്ബി, അള്ളാഹു നിന്നെ ഇറക്കിയതാണ്. വഫി ഉസ്രിൻ വഫി യുസ്രിൻ, എല്ലാ പ്രയാസത്തിലും ഏതൊരു പ്രയാസത്തിലും എളുപ്പത്തിലും. യജൂദുൽ മാഉ ബിൽ ഖൈരി, നന്മയായിട്ട് വെള്ളം അള്ളാഹു നമുക്ക് ദാനമായിട്ട് നൽകുന്നു. വകുല്ലുൽ ഫളിൽ വൽ ഇഹ്സാൻ, എല്ലാ നന്മയും മഹത്വവും നിനക്കാണ്. ബിമാ അക്റംത യാ മന്നാനു, അള്ളാഹു ആദരിച്ചിരിക്കുന്നു, ഈ വെള്ളം കൊണ്ട് നമ്മളെ ആദരിച്ചിരിക്കുന്നു. വസിറുൽ ഖൈരി ഫിൽ അക്വാനി, പ്രപഞ്ചത്തിലുള്ള നന്മയുടെ രഹസ്യം നീയാണ്. ബിഹാദൽ മാഇ യാ ഇൻസാൻ, ഏ മനുഷ്യനെ, മനുഷ്യൻ നിലനിൽക്കുന്നത് പോലും ഈ വെള്ളം കൊണ്ടാണ്. വതീബുൽ ഐഷി യാ ഇഖ്വാൻ, ഏ സഹോദരങ്ങളെ, ജീവിത നന്മ എന്നത് ബിതോഅത്തി റബ്ബിനർ റഹ്മാൻ, പരമകാരുണ്യവാനായ അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ് ജീവിത നന്മ എന്നത്. ഈ പോയം നിങ്ങൾ പല പ്രാവശ്യം അർത്ഥസഹിതം വായിച്ചു നോക്കുക, പല ട്യൂണിൽ പാടി നോക്കുക. പേജ് നമ്പർ 22 പറയുന്നുണ്ട്, നുൻഷിദുൽ മൻദൂമ ബി അൽഹാനിൻ മുഖ്തലിഫ. ലഹന് ട്യൂണിൽ വ്യത്യസ്ത അൽഹാന് ട്യൂണുകളിലായിട്ട് ഈ പോയം പാടി നോക്കാം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പാടി നോക്കുക. നെക്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ആ പോയത്തിൻ്റെ ആശയമെന്ന് ഒന്നും കൂടി ശ്രദ്ധിക്കുക. അൽ മാഉ, വെള്ളം എന്നത് അസാസുൽ ഹയാത്തി, ജീവിതത്തിൻ്റെ ബേസ് തന്നെ, അടിസ്ഥാനം തന്നെ വെള്ളമാണ്. വെള്ളമില്ലാതെ മനുഷ്യന് അധികകാലം ജീവിക്കാൻ സാധ്യമല്ല. കുല്ലു ഹയ്യിൻ മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവനുള്ള വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. ലാ ഹയാത്ത ബിലാ മാഇൻ, വെള്ളമില്ലാതെ
ജീവിതമില്ല, അധികകാലം വെള്ളം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. യജൂദുൽ മാഉ ബിൽ ഖൈരി ഫിൽ ഉസ്രി വൽ യുസ്രി, എല്ലാ എളുപ്പത്തിലും പ്രയാസഘട്ടത്തിലും നന്മയായിട്ട് അള്ളാഹു വെള്ളം മനുഷ്യന് ദാനം നൽകിയിരിക്കുന്നു. ഇന്നൽ മാ യജൂദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാനമായിട്ട് നൽകുക, ഉസ്ർ പ്രയാസം, യുസ്ർ എളുപ്പം. ഇന്നൽ മാ മിൻ ഫളിലില്ലാഹി വ നിഅമതിഹി, അള്ളാഹുവിൻ്റെ നിഅമത്ത് അനുഗ്രഹവും ഫള് ശ്രേഷ്ഠതയുമാണ് വെള്ളം. ഹുവ സിർറു കുല്ലി ഖൈരിൻ, എല്ലാ നന്മയുടെയും ഉറവിടമാണത് വെള്ളം എന്നത്. ഇനി അടുത്തത് നോക്കൂ. നുഇദ്ദുൽ ലൗഹാത്തി അലാ ലൗഇൽ മൻലൂമി, പോയത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്ലക്കാർഡുകൾ നമുക്ക് തയ്യാറാക്കാമെന്നാണ് പറയുന്നത്. ഇതിൽ ലൗഹാത്ത് എന്ന് പറഞ്ഞ പ്ലക്കാർഡുകളാണ്, മൻലൂമ് പോയം. വെളിച്ചത്തിൽ ഇതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉദാഹരണം, ഒരു പ്ലക്കാർഡിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 എണ്ണം നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറയുന്നത് പോയത്തെ ബേസ് ചെയ്തിട്ട്. ഒന്ന് നോക്കൂ. അൽ മാഉ നിഅമത്തും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് വാട്ടർ. ഇനി നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കുല്ലു അഹിയ ഇം മിനൽ മാഇ, വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും. ഇനിയും ധാരാളം ഉണ്ടാക്കാം. അൽ മാഉ യജൂദു ബിൽ ഖൈരി, നന്മ കൊണ്ട് അള്ളാഹു നമുക്ക് ദാനമായിട്ട് നൽകിയതാണ് വെള്ളം. ഇനിയും ധാരാളം ഉണ്ടാക്കാം. അൽ മാഉ അസാസു ഹയാത്തിൽ കാഇനാത്തിൽ ഹയ്യ, പ്രപഞ്ച ജീവജാലങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണ് വെള്ളം. വെള്ളമില്ലാതെ മനുഷ്യന് അധികകാലം ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ ധാരാളം സെൻറ്റൻസുകൾ നിങ്ങൾ പ്ലക്കാർഡിൽ ഉണ്ടാക്കി നോക്കുക. പേജ് നമ്പർ 23. നുലാഹിലു സൂറ വനുകമ്മിലു ബി ഇസ്തിഹ്ദാമി ശംസിൽ മുഫ്രദാത്ത്. നുലാഹിലു സൂറ, ഈ പിക്ചേഴ്സുകളൊക്കെ നുലാഹിലു വാച്ച് ചെയ്യുകയും എന്നിട്ട് ഈ പദസൂര്യനുള്ള വേർഡ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ സെൻറ്റൻസിൽ വിട്ട ഭാഗങ്ങൾ ഫില്ല് ചെയ്യണം. ഈ പദസൂര്യനിൽ കൊടുത്തിരിക്കുന്ന വേർഡുകളെല്ലാം അഫ്ആലുൽ മുലാരി ആയിട്ടുള്ള ഫിയലുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നല്ലഫ മുലാരി ആണ്. യുനല്ലിഫു തുനല്ലിഫു, എന്നാൽ യുനല്ലിഫു എന്നത് അവൻ വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ വൃത്തിയാക്കും. രണ്ടർത്ഥത്തിലാണ് മുലാരി ആയ ഫിയലുകൾ ഉപയോഗിക്കുക. പ്രസൻറ്റ് അതുപോലെ തന്നെ ഫ്യൂച്ചർ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ നടക്കുന്നതുമായിട്ടുള്ള രണ്ടർത്ഥത്തിലും അത് ഉപയോഗിക്കും. അതിൽ യുനല്ലിഫു എന്ന് പറഞ്ഞാൽ അവൻ വൃത്തിയാക്കുന്നു, തുനല്ലിഫു എന്ന് പറഞ്ഞാൽ അവൾ വൃത്തിയാക്കുന്നു എന്നായി മാറി. യാ മാറ്റി താ ചേർത്തപ്പോൾ അവൾ എന്നർത്ഥമായി. ഇനി അടുത്തത് തഗ്സിലു, അവൾ കഴുകുന്നു. യഷ്റബു, അവൻ കുടിക്കുന്നു. യസ്തഹിമു, അവൻ കുളിക്കുന്നു. തസ്ഖി, അവൾ നനക്കുന്നു. ഇനി ഫസ്റ്റ് 2 സെൻറ്റൻസുകൾ ശ്രദ്ധിക്കൂ. യുനല്ലിഫുൽ വലതു അൽ ഇനാ, വലതുൽ ഇനാ, പാത്രത്തെ ആ കുട്ടി എന്ത് ചെയ്യുകയാണ്? ക്ലീൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. യുനല്ലിഫു, ക്ലീൻ ചെയ്യുക. ഇനാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്, പാത്രം. അത് യുനല്ലിഫു എന്നത് മുഅന്നസായി വന്നപ്പോൾ തുനല്ലിഫുൽ ബിൻതു അൽ ഇനാ, ആ പാത്രത്തെ ആ കുട്ടി ക്ലീൻ ചെയ്യുകയാണ്. അത് മുഅന്നസായി വന്നപ്പോൾ തുനല്ലിഫു എന്നായി മാറി. ഇനി അടുത്തത് ഒരു കുട്ടി ഡ്രിങ്ക് കുടിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കുടിക്കുക എന്ന വേർഡ് യഷ്റബു, അത് മുദക്കറായിട്ടാണ് ഉപയോഗിച്ചത്. ഇനി മുഅന്നസായിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ തഷ്റബു എന്നാണ് വരിക. ഫസ്റ്റിൽ താഴ്ചയിൽ ഇവിടെ യഷ്റബുൽ വലതു, കുട്ടി കുടിക്കുന്നു. മാഅൻ എന്നോ ലബ്നൻ എന്നോ പാലോ വെള്ളമോ കുടിക്കുന്നു എന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തത് അൽ ഉമ്മു അൽ മലാബിസ, ഉമ്മ ഡ്രസ്സുകൾ, മലാബിസുകൾ എന്ത് ചെയ്യുകയാണ്? കഴുകുന്ന ചിത്രമാണ് കാണുന്നത്. കഴുകുക എന്ന വേർഡിന് നമ്മൾ ഇതിൽ പഠിച്ചത് എന്താണ്? തഗ്സിലു, ഒസ്തല യഗ്സിലു,
മുദക്കറായിട്ട് വരികയാണെങ്കിൽ യഅ്സിലു. ഇത് മുഅന്നസായി വന്ന കാരണം തഅ്സിലു എന്ന് ഉപയോഗിച്ചു. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം? തഅ്സിലുൽ ഉമ്മു അൽ മലാബിസ. ഇനി അടുത്ത പിക്ചറിൽ ഒരു ബിൻത്ത് ഷത്തിലത്ത് ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. നനക്കുക എന്ന വേർഡിന് തസ്കീം, തസ്കിൽ ബിൻതു അഷത്തിലത്ത എന്നാണ് വരിക. ഇനി വാലിദ്, ഫാദർ കുളിക്കുന്നതാണ്. കുളിക്കുക എന്ന വേർഡിന് എന്താണ് പഠിച്ചത്? യസ്തഹിമ്മു, യസ്തഹിമ്മുൽ വാലിദു, ഉപ്പ കുളിക്കുന്നു. ഇനി അവിടെ ഉമ്മയാണെങ്കിൽ തസ്തഹിമ്മുൽ ഉമ്മു എന്നാണ് വരിക. ഇതുപോലെ ധാരാളം മുളാരി ആയ ഫേലുകൾ മുഅന്നസും മുദക്കറുമാക്കിയിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക. ഇനി പേജ് നമ്പർ 24 അൽ മുഫ്രദ് വൽ ജംഅ്. മുഫ്രദ് സിംഗുലറും അതുപോലെ തന്നെ പ്ലൂരലുമായിട്ടുള്ള വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അവ നിർബന്ധമായിട്ടും പഠിക്കുക. ജിസ്റുൻ ജം ആണ് ജുദൂർ, ജിസ്ർ വേര്. അൽഫുൻ ജം ആലാഫ് 1000. ഖൗന് പ്രപഞ്ചം, അതിൻ്റെ ജം എന്താണ്? അക്വാനുൻ. തിഫ്ലുൻ കുട്ടി, അത്ഫാൽ കുട്ടികൾ. ബലദുൻ ജം ബിലാദ് നാട് രാജ്യം. സൊഈറുൻ ജം സിഓറുൻ, സൊഈറുൻ ചെറുത്. സ്വദീഖുൻ ഫ്രണ്ട്, അസ്തിഖാഉൻ. ഹയ്യുൻ ജം അഹിയാഉൻ, ഹയ്യുൻ ജീവനുള്ളത്. ഇനി അൽ അൽദാദ് ലിദ്ദുകൾ, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന 2 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. മസാ ഉൻ ഈവനിങ്, അതിൻ്റെ സ്വബാഹുൻ മോർണിംഗ്. ഉസ്ർ പ്രയാസം, യുസ്ർ പറഞ്ഞാൽ എളുപ്പം. ഇനിയും ഇതുപോലെ നിങ്ങൾ ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് വേറെയും അൽദാദുകൾ ഓപ്പോസിറ്റായി വരുന്നവ കണ്ടെത്തുക. ജം മുഫ്രദ് വേറെയും ഇതുപോലെ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. പുതിയത് വേറെയും കണ്ടെത്തുക. നിങ്ങൾ പോയം നന്നായി അർത്ഥസഹിതം പഠിക്കുക. അതേപോലെ മുളാരി ആയിട്ടുള്ള വേർഡുകൾ മുഅന്നസാക്കിയിട്ടും മുദക്കറാക്കിയിട്ടും പഠിക്കുക. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ പാഠഭാഗങ്ങളും നന്നായി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വബാക്കി അസ്സുഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.